പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ദ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രൈക്ക്, ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അതായിരുന്നു സന്ദീപ് വാര്യർ എന്ന ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖത്തിനെ, ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന വി.ഡി. സതീശനടക്കമുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൃത്യമായ ചുവടുകൾ. ഇവിടെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഭാവിയിൽ കോൺഗ്രസിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന ചോദ്യത്തിന് പ്രാധാന്യം ഏറെയുണ്ട്. അതിനോടൊപ്പം ആരായിരുന്നു സന്ദീപ് വാര്യർ? ഡോക്ടർ സരിൻ കോൺഗ്രസ് വിട്ട ഇടതുപക്ഷത്തേക്ക് പോയതുപോലെയാണോ ബി.ജെ.പിയിൽ നിന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നത്? അദ്ദേഹം പാലക്കാട് നടക്കുവാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഗുണമല്ല ദോഷമാണോ സംഭവിക്കുവാൻ പോവുക? ഇനി അതൊന്നുമല്ലാതെ ഒന്നും സംഭവിക്കാത്ത ഒരു രീതി, അതായത് കെ മുരളീധരൻ പറഞ്ഞതുപോലെ സന്ദീപ് വാര്യർ വന്നാലും ഇല്ലെങ്കിലും പാലക്കാട്ട് കോൺഗ്രസ് ബഹുഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമായിരിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളാണോ ശരിയാകുവാൻ പോകുക എന്നത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനേക്കാളൊക്കെ മുമ്പേ ആരായിരുന്നു സന്ദീപ് വാര്യർ എന്ന ചോദ്യത്തിന് പ്രസക്തി ഏറെയാണ്. ബി.ജെ.പിയുടെ നേതാവായി മാത്രം കടന്നു വന്ന ഒരാളല്ല സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ളത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയായ SFI ആണ്. സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന SFI ആണ്. SFIയുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം ആരംഭിച്ച സന്ദീപ് വാര്യർ ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി മാറുന്നു. പിന്നെ ഒരു രാത്രി ഇരുട്ട് വെളുക്കുന്ന സാഹചര്യത്തിൽ സർപ്രൈസായിട്ട് കോൺഗ്രസ് വേദിയിലേക്ക് കടന്നു വന്ന അത്രകാലം തള്ളിപ്പറഞ്ഞ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് ആശയങ്ങളെയും ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈ ഭാരതത്തിൽ ജനിച്ചു ജീവിക്കുന്ന ഓരോ കുട്ടിയുടെയും ഉള്ളിൽ ഒരു DNA, കോൺഗ്രസിൻ്റെ DNA ഉണ്ട്. ആ കോൺഗ്രസിൻ്റെ DNA ആണ് ഈ രാജ്യത്തിൻ്റെ DNA എന്ന് പറയുന്നു. അത് കുട്ടികൾ തിരിച്ചറിയുന്ന കാലം വരെയാണ് അവർ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്ന സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ചുവടുമാറ്റം വരെ വന്നു നിൽക്കുമ്പോൾ ആരായിരുന്നു സന്ദീപ് വാര്യർ എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. പരിശോധിക്കാം ആര് സന്ദീപ് വാര്യർ എന്ന്. കോൺഗ്രസിന് സന്ദീപ് വാര്യരുടെ ചുവടുമാറ്റത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവേശനത്തിൽ, കോൺഗ്രസ് പ്രവേശനത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ സന്ദീപ് വാര്യരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ സന്ദീപ് വാര്യർ എവിടെ നിന്ന് ആരംഭിച്ചു, ഇന്ന് എവിടെ വന്നു നിൽക്കുന്നു എന്ന ചോദ്യത്തിന് പ്രസക്തി ഏറെയാണ്. ഒറ്റപ്പാലത്തെ ചേലത്തൂരിൽ ജനിച്ചു വളർന്ന സന്ദീപ് എന്ന സന്ദീപ് വാര്യർക്ക് ഇടത് അനുഭാവം ഉണ്ടായിരുന്നു. സദാം ഹുസൈൻ അടക്കമുള്ള നേതാക്കന്മാരോട് വല്ലാത്ത ആദരവുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിലെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോഴെല്ലാം ഒരു SFIക്കാരൻ്റെ മനോവീര്യവും ഒരു SFIക്കാരൻ്റെ ചിന്താഗതിയുമായിരുന്നു സന്ദീപ് വാര്യർക്കുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം കൃത്യമായി പറഞ്ഞാൽ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ കാലത്ത് അന്ന് ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളായി മൂവർ സംഘം ഉണ്ടായിരുന്നു. ആ മൂവർ സംഘം എന്ന് പറയുന്നത് വാജ്പേയിയും LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെയാണ്. ഈ മൂവർ സംഘത്തിൻ്റെ കൃത്യമായ പ്രസംഗങ്ങൾ, അവരുടെ ലേഖനങ്ങൾ, ആ ലേഖനങ്ങളൊക്കെ വായിച്ചുകൊണ്ട് ബി.ജെ.പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ഒന്നുമല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ കേരളത്തിലേക്ക് ബി.ജെ.പിയോട് ഒരു വല്ലാത്ത അനുഭാവം, ബി.ജെ.പിയോട് ഒരു വല്ലാത്ത താല്പര്യം തോന്നി. അങ്ങനെ കടന്നു വന്ന നേതാവാണ് സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യർ പിന്നീട് പെരിന്തൽമണ്ണ കോപ്പറേറ്റീവ് കോളേജിൽ പഠനം ആരംഭിക്കുന്ന കാലഘട്ടങ്ങളിൽ ABVPയിൽ സജീവമായി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന് കാരണം അന്ന് പെരിന്തൽമണ്ണ കോളേജിൽ ABVP ഇല്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ചില വിദ്യാലയങ്ങളിലൊന്നും ABVP ഇല്ലാത്ത കാലത്തും ബി.ജെ.പിയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ABVPയുടെ ആശയങ്ങളെ മുറുകെ പിടിച്ചിട്ടുള്ള സന്ദീപ് വാര്യരാണ് ഇന്ന് കോൺഗ്രസിൻ്റെ വേദിയിലിരിക്കുന്നത് എന്നതിന് പ്രസക്തിയേറെയുണ്ട്. സന്ദീപ് വാര്യർ എതിർത്തു പറഞ്ഞ കോൺഗ്രസ് ആശയത്തെ, കോൺഗ്രസിൻ്റെ ഹൃദയത്തെ, രാഹുൽ ഗാന്ധിയെ, രാജീവ് ഗാന്ധിയെ, അങ്ങനെ കോൺഗ്രസിൻ്റെ പൈതൃകത്തെ എല്ലാം താൻ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് കോൺഗ്രസിലെ നേതാക്കന്മാർ അദ്ദേഹത്തെ കൃത്യമായി കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അവിടെ സന്ദീപ് വാര്യർ തകർത്തെറിഞ്ഞിട്ടുള്ളത് വാജ്പേയിയുടെയും LK അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെ അടക്കമുള്ള ബി.ജെ.പി നേതാക്കന്മാരുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രസംഗങ്ങളും ലേഖനങ്ങളും ഒക്കെയാണ്. ഇനി തിരിച്ചു വീണ്ടും യുവജന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ യുവമോർച്ചയുടെ നേതാവായിരുന്നു. പിന്നീട് ബി.ജെ.പിയുടെ പഞ്ചായത്ത് തല ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. പിന്നീട് യുവമോർച്ചയുടെ ജില്ലാ നേതാവാകുന്നു. ബി.ജെ.പിയുടെ നിയോജകമണ്ഡലം ഭാരവാഹിയാകുന്നു. ഒപ്പം പിന്നീട് ഈ രാഷ്ട്രീയം, വിദ്യാർത്ഥി രാഷ്ട്രീയവും യുവജന രാഷ്ട്രീയവും ഒക്കെ നിർത്തിവെച്ചുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് ജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി പോകുന്നു സന്ദീപ് വാര്യർ. 3.5 വർഷത്തിന് ശേഷം വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു സന്ദീപ് വാര്യർ. അങ്ങനെ കടന്നു വന്നുകൊണ്ട് തൃശ്ശൂരിലെ പ്രഭാരിയായി അദ്ദേഹം ചുമതലയേറ്റെടുക്കുന്നു. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറിയാകുന്നു, പാർട്ടി വക്താവാകുന്നു, മാധ്യമങ്ങളിൽ മാധ്യമപ്രവർത്തകനാകുന്നു, എഴുത്തുകാരനാകുന്നു. അങ്ങനെ ബി.ജെ.പിയുടെ അന്ത്യചർച്ചകളിൽ കുറിക്കുകൊള്ളുന്ന വാക്ചാതുര്യത്തോടുകൂടി പടപൊരുതി നിൽക്കുന്ന ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ മുഖമായി നിൽക്കുന്നു സന്ദീപ് വാര്യർ.
2019 ആധാർ വിഷയത്തിലാണ് സന്ദീപ് വാര്യരിലേക്ക് കൂടുതൽ ശ്രദ്ധ ബി ജെ പിയും മാധ്യമങ്ങളുമൊക്കെ നൽകുന്നത്. അന്നത്തെ വിധിയിൽ അദ്ദേഹം കൃത്യമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു. ബി ജെ പിയുടെ സ്ഥിരമുഖമായി പിന്നീട് മാറുന്നു. പിന്നീട് പ്രധാനപ്പെട്ട ബി ജെ പി വക്താവായി സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ, മുൻനിര നേതാക്കന്മാരിൽ, നരേന്ദ്രമോദിയോടൊപ്പമൊക്കെ വേദി പങ്കിടുവാൻ അവസരം ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി സന്ദീപ് വാര്യർ മാറുന്ന സാഹചര്യത്തിൽ ഷൊർണൂരിൽ അദ്ദേഹത്തിന് ബി ജെ പി സീറ്റ് നൽകുന്നു. അന്ന് ഷൊർണൂരിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയെങ്കിലും 2-ാം സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് മത്സരാർത്ഥിയേക്കാൾ 800 സീറ്റിന്റെ മാത്രം വ്യത്യാസമായിരുന്നു സന്ദീപ് വാര്യർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ, അന്തിചർച്ചകളിലൊക്കെ സജീവ സാന്നിധ്യമായി സന്ദീപ് വാര്യർ മാറുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ പ്രചരിക്കപ്പെടുന്നു. അദ്ദേഹം സോഷ്യൽ മീഡിയ പ്രൊമോഷനിലൂടെയൊക്കെ സന്ദീപ് വാര്യർ ബി ജെ പിക്കുള്ളിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ വലുതായിരുന്നു. ഷൊർണൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാലയളവിലും ബി ജെ പിയുടെ വോട്ടിൽ വർധനവുണ്ടാക്കിയിട്ടുള്ള നേതാവാണ് സന്ദീപ് വാര്യർ. അപ്പോൾ സ്വാധീനമില്ലാത്തൊരു നേതാവല്ല സന്ദീപ് വാര്യർ എന്ന് പറയുവാൻ കഴിയില്ല. അദ്ദേഹത്തിന് സ്വാധീനം ഏറെയുണ്ട് ബി ജെ പിയിൽ, അല്ലെങ്കിൽ ജനങ്ങളിൽ, പാലക്കാട്ടെ ജനതയ്ക്കുള്ളിൽ. ഇനി ഹലാൽ ഭക്ഷണങ്ങളെ മതപരമായി വേർതിരിച്ചുകൊണ്ട് വിവിധ സമുദായത്തിൽപ്പെട്ടവരെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭിന്നിപ്പിക്കരുത് എന്നുള്ള കാര്യത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിയാണ് സന്ദീപ് വാര്യർ. പിന്നീട് തനിക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന നൽകുന്നില്ല, പാർട്ടി വേദികളിൽ ഇടം നൽകുന്നില്ല എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ ചെറിയ പടലപ്പിണക്കം ഉണ്ടാകുന്നു. പിന്നീട് സി കൃഷ്ണകുമാർ പാലക്കാട്ടേക്ക് സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യത്തിൽ പിന്നീട് തുറന്ന ഒരു ഫൈറ്റാണ് സന്ദീപ് വാര്യർ നടത്തുന്നത്. പാർട്ടി നേതൃത്വത്തിനോടുള്ള കടുത്ത എതിർപ്പറിയിക്കുന്നു, കെ സുരേന്ദ്രനോടുള്ള എതിർപ്പറിയിക്കുന്നു. ഏറ്റവും ഒടുവിൽ താൻ കോൺഗ്രസിൻ്റെ ഷാളണിഞ്ഞ് കോൺഗ്രസിൻ്റെ വേദിയിൽ